Friends, I am Jibin Matthew. Welcome to Partnership Accounts Part 7. Today we are discussing a problem on dissolution which is related to joint life policy. Then what is joint life policy? A joint life policy is an insurance policy which is taken out by the partnership firm on the joint lives of all partners. The amount of policy is payable by the insurance company either on the death or on maturity of the policy, whichever is earlier. The firm pays annual premium to the insurer against the policy. Joint life policy is an asset of the firm. ഒരു പാർട്ണർഷിപ്പ് ഫേം ആ ഫേമിലെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ജോയിൻറ്റ് ലൈഫിന് വേണ്ടി, അതായത് അവരുടെ എല്ലാവരുടെയും കൂടെ ലൈഫിന് വേണ്ടി എടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ്, ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. ഈ പോളിസിയുടെ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ഫേമിന് കൊടുക്കുന്നത് ഒന്നെങ്കിൽ പോളിസി മച്യൂർ ആകുന്ന സമയത്തായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഡെത്ത് സംഭവിക്കുമ്പോഴായിരിക്കും. സാധാരണയായിട്ട് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലൊക്കെ ഉള്ള പോലെ ഒന്നെങ്കിൽ മച്യൂരിറ്റി ടൈമിലായിരിക്കും, അതല്ലെങ്കിൽ ഡെത്തിൻ്റെ സമയത്തായിരിക്കും പോളിസി എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തരുന്നത്. ഇവിടെ ഫേമിൻ്റെ ജോയിൻറ്റ് ലൈഫ് പോളിസിയുടെ എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി തരുന്നത് ഒന്നെങ്കിൽ പോളിസി മച്യൂർ ആവുന്ന സമയത്തായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ മരണപ്പെട്ട് കഴിയുമ്പോഴാണ് പോളിസി എമൗണ്ട് തരുന്നത്. ഏതാണോ ആദ്യം അന്നേരമാണ് പോളിസി മച്യൂർ ആവുന്നത്. ദ ഫേം പേയ്സ് ആനുവൽ പ്രീമിയം ടു ദ ഇൻഷുറർ അഗൈൻസ്റ്റ് ദ പോളിസി. സാധാരണ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഈ കേസിലും ജോയിൻറ്റ് ലൈഫ് പോളിസിയുടെ കേസിലും പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പാർട്ണർഷിപ്പ് ഫേം എല്ലാ വർഷവും ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുറൻസ് കമ്പനിക്ക് അടയ്ക്കണം. ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്ന ഒരു അസറ്റായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫേമിനെ സംബന്ധിച്ച് ഒരു അസറ്റാണ്. കാരണം ഇത് മച്യൂർ ആവുന്ന സമയത്ത് എമൗണ്ട് കിട്ടാറുണ്ട്, സറണ്ടർ ചെയ്ത് കഴിഞ്ഞാലും കുറേയൊക്കെ എമൗണ്ടുകൾ കിട്ടും. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഫേമിനെ സംബന്ധിച്ച് എമൗണ്ട് കിട്ടാനുള്ളതാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു അസറ്റാണ്. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 4. The following is the balance sheet of Ajay Vijay sharing profit and losses in the ratio 3:2 as on 31st March 2014. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സാണുള്ളത്. ഒന്ന് അജയ്, മറ്റൊന്ന് വിജയ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. 31st March 2004 ഉള്ള ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലൈബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ട് 11,550, ജോയിൻറ്റ് ലൈഫ് പോളിസി റിസർവ് 4,500, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് 1,000, ലോൺ ഫ്രം മിസസ് വിജയ് 3,000, ലോൺ ഫ്രം അജയ് 5,000, അജയ്സ് ക്യാപിറ്റൽ 16,000, വിജയ്സ് ക്യാപിറ്റൽ 10,000. ലൈബിലിറ്റി സൈഡ് ടോട്ടൽ 51,050. ഇവിടെ ലൈബിലിറ്റി സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ക്രെഡിറ്റേഴ്സ് ഔട്ട്സൈഡ് ലൈബിലിറ്റിയാണ്. ലോൺ ഫ്രം മിസസ് വിജയ് ഔട്ട്സൈഡ് ലൈബിലിറ്റിയാണ്. ലോൺ ഫ്രം അജയ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണറുടെ ലോണാണ്, അത് ഔട്ട്സൈഡ് ലൈബിലിറ്റി അല്ല. അത് റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് അല്ലെങ്കിൽ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടുമായിട്ട് ഒന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ട്രാൻസാക്ഷനേ വരുള്ളൂ. അവിടെ അത് ഔട്ട്സൈഡ് ലൈബിലിറ്റി അല്ല. ഇനിയുള്ളത് രണ്ട് റിസർവ് ഫണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ജോയിൻറ്റ് ലൈഫ് പോളിസി റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. ഇത് രണ്ടും റിസർവുകളാണ്, പക്ഷേ ജനറൽ റിസർവ് അല്ല. ജനറൽ റിസർവ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് സ്പെസിഫിക് റിസർവുകളാണ്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള റിസർവാണ്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള റിസർവുകൾ നമ്മൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാറില്ല, പകരം റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് ലൈഫ് പോളിസി റിസർവും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ടും നമ്മൾ
സാധാരണ ലൈബിലിറ്റീസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് അസറ്റ് സൈഡ്, ക്യാഷ് 650, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് 21,200, ജോയിൻറ്റ് ലൈഫ് പോളിസി 4,500, ഇൻവെസ്റ്റ്മെൻറ്റ് 6,000, ഫർണിച്ചർ 5,200, പ്ലാന്റ് ആൻഡ് മെഷീനറി 13,500. ഇവിടെ ക്യാഷ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജോയിൻറ്റ് ലൈഫ് പോളിസി എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ജോയിൻറ്റ് ലൈഫ് പോളിസി 4,500 എമൗണ്ട് ഉള്ള ഒരു അസറ്റാണ്. അതുകൊണ്ട് ജോയിൻറ്റ് ലൈഫ് പോളിസി ഉൾപ്പെടെയുള്ള എല്ലാ അസറ്റുകളും, ക്യാഷ് ഒഴികെയുള്ള എല്ലാ അസറ്റുകളും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകാം. ദ ഫേം ഈസ് ഡിസോൾവ്ഡ് ആൻഡ് ദ ഫോളോയിങ് ഈസ് റിപ്പോർട്ടഡ്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് റിയലൈസ്ഡ് ₹18,000, പ്ലാന്റ് ആൻഡ് മെഷീനറി റിയലൈസ്ഡ് ₹16,000, ഫർണിച്ചർ ഈസ് സോൾഡ് ഫോർ ₹8,000 ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയലൈസ്ഡ് ₹5,000. ജോയിൻറ്റ് ലൈഫ് പോളിസി സറണ്ടേഡ് ഫോർ ₹4,700. ഇവിടെ എല്ലാ അസറ്റുകളും റിയലൈസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് റിയലൈസ് ചെയ്ത് 18,000 കിട്ടുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി റിയലൈസ് ചെയ്ത് 16,000 കിട്ടുന്നുണ്ട്. ഫർണിച്ചർ വിറ്റപ്പോൾ 8,000 കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്തപ്പോൾ 5,000 കിട്ടുന്നുണ്ട്. ജോയിൻറ്റ് ലൈഫ് പോളിസി മച്യൂർ ആയിട്ടില്ല, അതിനു മുമ്പേ ഫേം ഡിസോൾവ് ആയി, അതുകൊണ്ട് തന്നെ പോളിസി സറണ്ടർ ചെയ്തപ്പോൾ 4,700 കിട്ടി. അപ്പോൾ ജോയിൻറ്റ് ലൈഫ് പോളിസി ഉൾപ്പെടെയുള്ള എല്ലാ അസറ്റുകളും റിയലൈസ് ചെയ്തു. ഇതിൻ്റെ ടോട്ടൽ ക്യാഷ് ഓർഗനൈസേഷന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് അസറ്റ് റിയലൈസേഷൻ്റെ ഈ ടോട്ടൽ എമൗണ്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. അപ്പം ഈ അസറ്റുകളുടെ എല്ലാം കൂടെ ടോട്ടൽ എമൗണ്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. തേർഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ദ ഫേം had a liability of ₹1,200 on legal charges due. ലീഗൽ ചാർജസ് ഡ്യൂ ആയിട്ട് 1,200 ഉണ്ട്. ഇതൊരു അൺറെക്കോർഡഡ് ലൈബിലിറ്റിയാണ്. ഫേമിനെ സംബന്ധിച്ച് അൺറെക്കോർഡഡ് ലൈബിലിറ്റിയാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ ഈ എക്സ്പെൻസ് ഡ്യൂ തന്നിട്ടില്ല. പക്ഷേ അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആണെങ്കിലും നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 1,200 കൊടുക്കണം. ഇത് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ലാത്ത ലൈബിലിറ്റി ആയതുകൊണ്ട് ഈ ലൈബിലിറ്റി റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുന്നത് അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആണെങ്കിൽ പേയ്മെൻറ്റ് നടത്തണം ടു ക്യാഷ് എന്ന് പറഞ്ഞ് 1,200 കൊടുക്കുക. ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് ₹4,500 ആൻഡ് ദ സെയിം ഈസ് പർച്ചേസ്ഡ് ബൈ അജയ്. ഇവിടെ ഫേമിൻ്റെ ഗുഡ് വില്ല് വാല്യൂ ചെയ്യുകയാണ്. 4,500 ആണ് വാല്യൂ ചെയ്യുന്നത്. ഈ ഗുഡ് വില്ലും ഒരു അൺറെക്കോർഡഡ് അസറ്റാണ്. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ല. ഈ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് അജയ് എന്ന് പറയുന്ന പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ അജയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വേണം നമ്മൾ 4,500 കാണിക്കാനായിട്ട്. ഇവിടെ സാധാരണ ഒരു അസറ്റ് റിയലൈസ് ചെയ്യുന്നത് പോലെ തന്നെ ആണ് നമ്മളിത് കൺസിഡർ ചെയ്യേണ്ടത്. സാധാരണ ഒരു അസറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് വരും. ഒരു അസറ്റ് പാർട്ട്ണർ കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർ ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് വരും. ഇവിടെ അജയ് ആണ് ഗുഡ് വില്ല് ടേക്ക് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൈ അജയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കാം. Next, the firm had a pending case in the court for ₹6,000 against the supplier for supplying damaged goods. On settlement, an amount of ₹1,500 is received on dissolution. ഇവിടെ ഒരു പെൻഡിങ് കേസിൻ്റെ കാര്യമാണ് പറയുന്നത്. 6,000 ആയിരുന്നു എമൗണ്ട്. സപ്ലയർ ഗുഡ്സ് ഡാമേജ്ഡായ ഗുഡ്സ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസായിരുന്നു.
ഈ സെറ്റിൽമെൻറ്റിൽ 1500 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ 1500 നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കണം. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. എമൗണ്ട് 1500 ആണ്. നെക്സ്റ്റ്, വിജയ് അഗ്രീഡ് ടു ഡിസ്ചാർജ് മിസ്സിസ് വിജയ്സ് ലോൺ. ഇവിടെ മിസ്സിസ് വിജയുടെ ലോണ് വിജയ് ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിജയ് പേയ്മെൻറ്റ് നടത്തിക്കോളാമെന്ന് പറയുകയാണ്. ലോൺ ഫ്രം മിസ്സിസ് വിജയ് ഒരു ഔട്ട്സൈഡ് ലയബിലിറ്റി ആണ്. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതിയിരുന്നു. അങ്ങനെയാണ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ലയബിലിറ്റിയുടെ പേയ്മെൻറ്റുകളൊക്കെ നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇവിടെ പേയ്മെൻറ്റ് നടക്കുന്നില്ല, വിജയ് ടേക്ക് ഓവർ ചെയ്യുകയാണ്. പേയ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുമായിരുന്നു. ഇവിടെ ക്യാഷ് വരുന്നില്ല, പകരം ടു വിജയ്സ് ക്യാപിറ്റൽ എന്ന് വേണം കൊടുക്കാനായിട്ട്. ടു വിജയ്സ് ക്യാപിറ്റൽ എമൗണ്ട് 3000 കൊടുക്കുക. എമൗണ്ട് 3000 കൊടുക്കുക. നെക്സ്റ്റ്, റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ട് ടു ₹2300. റിയലൈസേഷൻ എക്സ്പെൻസ് 2300 ആണ്. റിയലൈസേഷൻ എക്സ്പെൻസ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് 2300 എമൗണ്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കും. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ള അക്കൗണ്ടുകൾ റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഇവയാണ്. നമുക്ക് ഈ പ്രോബ്ലത്തിൽ വേണ്ട അക്കൗണ്ടുകൾ റിയലൈസേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. പാർട്ട്നേഴ്സ് അജയ് വിജയ് ആണ്. രണ്ടുപേർക്കും വേണ്ട സെപ്പറേറ്റ് കോളംസ് പ്രൊവൈഡ് ചെയ്യുക. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പോകാം. റിയലൈസേഷൻ അക്കൗണ്ടിൽ ആദ്യം അസറ്റുകൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യണം. അസറ്റുകൾ ബുക്ക് വാല്യൂവിലേക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഏതൊക്കെയാണ് ഇവിടെ അസറ്റുകൾ? സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്. Stock and debtors 21,200. To joint life policy joint life policy 4,500. Investments 6,000. Investment 6,000. Furniture 5,200. To plant and machinery 13,500. ഇത്രയാണ് അസറ്റുകൾ നമുക്ക് ബാലൻസ് ഷീറ്റിലെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നു. ആ അസറ്റുകളെല്ലാം ബുക്ക് വാല്യൂവിൽ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ലയബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ലയബിലിറ്റീസ് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ലോൺ ഫ്രം മിസ്സിസ് വിജയ് ഉണ്ട്. പാർട്ട്ണറുടെ ലോൺ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല. റിസർവിന്റെ കേസിലേക്ക് വന്നു കഴിയുമ്പോൾ ജനറൽ റിസർവ് മാത്രമാണ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള റിസർവ് ആണ്. സ്പെസിഫിക് റിസർവുകളെല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബൈ ക്രെഡിറ്റേഴ്സ് 11,550.
joint life policy reserve joint life policy reserve 4,500 by investment fluctuation fund by investment fluctuation fund 1,000 by loan from Mrs. Vijay, loan from Mrs. Vijay 3,000 ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിലീസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സ്പെസിഫിക് റിസർവുകൾ, തേർഡ് പാർട്ടി ലൈബിലിറ്റീസ്, ഇവിടെ തേർഡ് പാർട്ടി ലൈബിലിറ്റീസ് ക്രെഡിറ്റേഴ്സും ലോൺ ഫ്രം മിസ്സിസ് വിജയുമാണ്. ഇനി അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് റിയലൈസ്ഡ് റുപ്പീസ് 18,000, പ്ലാന്റ് ആൻഡ് മെഷീനറി റിയലൈസ്ഡ് റുപ്പീസ് 16,000, ഫർണിച്ചർ ഈസ് സോൾഡ് ഫോർ റുപ്പീസ് 8,000, ഇൻവെസ്റ്റ്മെന്റ്സ് റിയലൈസ്ഡ് റുപ്പീസ് 5,000. ഇപ്പൊ റിയലൈസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അസറ്റ് റിയലൈസ് ചെയ്തിട്ട് കിട്ടിയ എമൗണ്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് 18,000, 16,000, 8,000, 5,000, 4,700 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 52,400 കൊടുക്കുക. 52,400 കൊടുക്കുക. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, ജോയിന്റ് ലൈഫ് പോളിസി ഈസ് സറണ്ടേർഡ് ഫോർ റുപ്പീസ് 4,700. 4,700 ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് സറണ്ടർ ചെയ്തു. അതും നമ്മൾ ഈ ക്യാഷിന്റെ കൂടെ ആഡ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്തതും അസറ്റ് റിലീസ് ചെയ്യുന്നതായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചു. തേർഡ് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. ദ ഫെയിം ഹാഡ് എ ലൈബിലിറ്റി ഓഫ് റുപ്പീസ് 1,200 ഓൺ ലീഗൽ ചാർജസ് ഡ്യൂ. ലീഗൽ ചാർജസിന്റെ പേരിൽ 1,200 രൂപ ലൈബിലിറ്റി ഉണ്ട്. അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ലീഗൽ ചാർജസിന്റെ എമൗണ്ട് കാണാനായിട്ട് പറ്റില്ല. അത് അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആണ്. അത് നമ്മൾ പേയ്മെന്റ് നടത്തണം. റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞ് ലീഗൽ ചാർജസ് പേയ്മെന്റ് കാണിക്കാം. ലീഗൽ ചാർജസിന്റെ എമൗണ്ട് 1,200 ആണ്. 1,200. നെക്സ്റ്റ് ഫോർത്ത് അഡ്ജസ്റ്റ്മെന്റ്, ദ ഗുഡ് വിൽ ഓഫ് ദ ഫെയിം ഈസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 4,500 ആൻഡ് ദ സെയിം ഈസ് പർച്ചേസ്ഡ് ബൈ അജയ്. ഇവിടെ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ് തന്നിട്ടില്ല. അതിനർത്ഥം അൺറെക്കോർഡഡ് ആയിട്ടുള്ള അസറ്റ് ആണ്. ഒരു അൺറെക്കോർഡഡ് അസറ്റ് നമ്മൾ അതിന്റെ ട്രാൻസാക്ഷൻ ഇവിടെ വന്നിരിക്കുന്നത്. അൺറെക്കോർഡഡ് അസറ്റ് ആയിട്ടുള്ള ഗുഡ് വില്ല് ഇവിടെ പാർട്ണർ ആയിട്ടുള്ള അജയ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ എൻട്രി വരുന്നത് അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്നാണ്. അജയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പം അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ എന്ന് വരും. കാരണം അജയുടെ ക്യാപിറ്റൽ ബാലൻസിൽ നിന്ന് ഈ ഗുഡ് വില്ല് പർച്ചേസ് ചെയ്ത എമൗണ്ട് കുറഞ്ഞുള്ള ബാലൻസ് മാത്രമേ അജയ്ക്ക് കിട്ടുകയുള്ളൂ. എമൗണ്ട് 4,500 ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ അജയ്സ് ക്യാപിറ്റൽ 4,500 കൊടുക്കുക. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവാം. ദ ഫെയിം ഹാഡ് എ പെൻഡിംഗ് കേസ് ഇൻ ദ കോർട്ട് ഫോർ റുപ്പീസ് 6,000 അഗൈൻസ്റ്റ് ദ സപ്ലയർ ഫോർ സപ്ലൈയിങ് ഡാമേജ്ഡ് ഗുഡ്സ്. 6,000 രൂപയുടെ ഗുഡ്സ് സപ്ലൈ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കേസായിരുന്നു. ഓൺ സെറ്റിൽമെന്റ് ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 1,500 ഈസ് റിസീവ്ഡ് ഓൺ ഡിസൊല്യൂഷൻ. 1,500 രൂപ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.
ഇവിടെ ഫെയിമിന് കിട്ടിയ എമൗണ്ട് 1500 രൂപയാണ്. അത് ക്യാഷ് കിട്ടിയതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് 1500 രൂപ കാണിക്കാം. 1500 രൂപ ക്യാഷ് കിട്ടിയതായിട്ട് കാണിക്കാം. ഇതിന്റെ എൻട്രീസ് ക്യാഷ് അക്കൗണ്ടിൽ വരുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ട് നമുക്ക് പിന്നീട് നോക്കാം. അത് സെറ്റിൽമെന്റ് ഓഫ് കേസ് ആണ്. നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി അതോടെ ബ്രാക്കറ്റിൽ കൊടുക്കാം. സെറ്റിൽമെന്റ് ഓഫ് കേസ് 1500 രൂപ അക്കൗണ്ടിൽ ക്യാഷ് വരുന്നുണ്ട്. അത് റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കാം. മിസ്സിസ് വിജയുടെ ലോണ് ടേക്ക് ഓവർ ചെയ്യുന്നത് വിജയിയാണ്. അത് വിജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ കൊടുക്കുക. 3000 എമൗണ്ട് 3000. ഇനി നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോകാം. റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ട് ടു ₹2300. റിയലൈസേഷൻ എക്സ്പെൻസ് 2300 ആണ്. അതിന്റെ പേയ്മെന്റ് നടത്തണം. ടു ക്യാഷ് എത്രയാണ് ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് വരുന്നത്? 2300 ആണ്. 2300 റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെന്റ് നടത്തുന്ന എൻട്രി ആണ്. ഇനി എല്ലാ ലയബിലിറ്റീസും സെറ്റിൽ ചെയ്തോ നോക്കുക. എല്ലാ അസറ്റുകളും കാര്യം റിലീസ് ചെയ്തോ നോക്കുക. അസറ്റുകളെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. ലയബിലിറ്റീസിന്റെ കേസിൽ ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് നമ്മൾ കൊടുത്തു. ക്രെഡിറ്റേഴ്സ് മാത്രമാണ് നമുക്ക് ഇനി സെറ്റിൽ ചെയ്യാനായിട്ടുള്ളത്. ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തുന്ന കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നില്ല എങ്കിൽ തന്നെയും ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്താതിരിക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യനിൽ പ്രത്യേക ഒരു എമൗണ്ട് ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തുന്നതായിട്ട് പറയാത്തത് കൊണ്ട് നമുക്ക് അത് ബുക്ക് വാല്യൂവിൽ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. ടു ക്യാഷ് എമൗണ്ട് ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തുന്നത് 11,550 കൊടുക്കുക. 11,550. ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. കാരണം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ബാലൻസ് ഫിഗർ വരുന്നത് 10,000 ആണ്. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടല് 78,450. സെയിം ടോട്ടൽ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ബാലൻസ് ഫിഗർ വരുന്നത് 10,000. ഇവിടെ റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ടതെന്ന് നോക്കുക. പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കേണ്ട എന്തെങ്കിലും കണ്ടീഷൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ വീതിച്ചു കൊടുക്കാനായിട്ട്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 3:2 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ ഏറ്റവും ആദ്യം തന്നെ പറയുന്നുണ്ട് 3:2 എന്ന അനുപാതത്തിലാണ് ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. 3:2 ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അജയ്ക്ക് 6,000 വിജയ്ക്ക് 4,000 ആണ് എമൗണ്ട് വരുന്നത്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എമൗണ്ട് പ്രോഫിറ്റ് കാണിക്കുകയാണ്. ഈ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് എമൗണ്ട് അജയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 6,000 വിജയുടെ കോളത്തിൽ 4,000 കൊടുക്കുക. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരാം. റിയലൈസേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ബാലൻസ് ആണ്. ബൈ ബാലൻസ് ബ്രോഡ് ഔട്ട്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ
തന്നിരിക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എടുത്തെഴുതുക. അജയുടേത് 16,000 ആണ്, വിജയുടേത് 10,000 ആണ്. ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ് ബൈ റിയലൈസേഷൻ വിജിയുടെ കോളത്തിൽ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത മിസിസ് വിജിയുടെ ലോൺ ടേക്കൺ ഓവർ ചെയ്തതാണ്. ഇത് റിയലൈസേഷൻ പ്രോഫിറ്റ്. ഇവിടെ അജയുടെ കോളത്തിൽ ഡെബിറ്റ് വന്നിരിക്കുന്നത് ഗുഡ്വില്ല് പർച്ചേസ് ചെയ്തതാണ്. ഇനി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ. ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ എടുത്ത് എഴുതുക. 17,000 വിജയുടെ കോളത്തിന്റെ ടോട്ടൽ 17,000, അജയുടെ കോളത്തിന്റെ ടോട്ടൽ 22,000, ബാലൻസിങ് ഫിഗർ വരുന്നത് ടു ക്യാഷ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. പാർട്ട്നേഴ്സ് ക്യാഷ് ബാലൻസ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. എമൗണ്ട് വരുന്നത് 17,500, വിജയുടേത് 17,000. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ഫിഗർ വന്നത്. അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സസ് ക്യാഷ് അവിടെ ഉണ്ട്. അത് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ടിലേക്ക് വരാം. ക്യാഷ് അക്കൗണ്ടിലും ആദ്യം ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളതാണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ 650 ആണ്. 650 രൂപയെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ളൂ. നെക്സ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വന്നിട്ടുള്ള ട്രാൻസാക്ഷനുകളാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അസറ്റ് വിൽക്കുന്നതാണ്, അസറ്റ് റിയലൈസ് ചെയ്യുന്നതാണ്. അസറ്റ് റിയലൈസ് ചെയ്തപ്പോഴത്തെ എമൗണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 52,400 ആണ്. 52,400. ഇനി ഒരു എമൗണ്ട് കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നോക്കിയാൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നതൊക്കെ ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വന്നിരിക്കുന്നതാണ്. ടു റിയലൈസേഷൻ അക്കൗണ്ട് 1,500. കേസ് സെറ്റിൽ ചെയ്തതിന്റെയാണ്, സെറ്റിൽമെന്റ് ഓഫ് കേസ് ആണ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ക്യാഷ് ഓർഗനൈസേഷനിൽ നിന്ന് പോകുന്ന ട്രാൻസാക്ഷനുകളാണ്. ഏതൊക്കെ പേയ്മെന്റ് നടത്തിയോ അതൊക്കെ ക്യാഷ് പോകുന്ന ട്രാൻസാക്ഷനുകളാണ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏറ്റവും ആദ്യം വരുന്നത് 11,550 ആണ്. 11,550. ബൈ റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെന്റ് നടത്തുന്നത് 2,300. ബൈ റിയലൈസേഷൻ ലീഗൽ ചാർജസ് പേയ്മെന്റ് നടത്തുന്നുണ്ട്. ലീഗൽ ചാർജസ് പേയ്മെന്റ് നടത്തുന്നത് 1,200. ഇനി പാർട്ട്ണറുടെ ലോൺ സെറ്റിൽ ചെയ്യുന്നുണ്ട്. മിസ്റ്റർ അജയ്ക്ക് ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോണ് റീപേ ചെയ്യുന്നുണ്ട്. 5,000 ആണ് ലോൺ എമൗണ്ട്. അപ്പം ലോൺ റീപേ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. ഇവിടെ അജയ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരുന്നത്. അതുകൊണ്ട് റിയലൈസേഷൻ അക്കൗണ്ടിലോ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോ ഒന്നും ലോണിന്റെ റീപേയ്മെന്റ് എൻട്രി കാണില്ല. നമുക്ക് അതിന്റെ പോസ്റ്റ് ചെയ്യാം. ബൈ അജയ്സ് ലോൺ. അജയുടെ ലോൺ എമൗണ്ട് 5,000 കൊടുക്കുക. ബൈ
പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ഇവിടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ക്യാഷ് ആയിട്ടാണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നത്. ബൈ അജയ്സ് ക്യാപിറ്റൽ, by Ajay's capital 17,500, by Vijay's capital 17,000. ഇനി രണ്ട് സൈഡിൽ ടോട്ടൽ ചെയ്യുക. 54,550 ആണ് ടോട്ടൽ വരുന്നത്. ക്യാഷ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡും ഈക്വൽ ആവും, ബാലൻസ് ഒന്നും വരികയില്ല. നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടെ നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നേക്കുന്ന അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ്, ജോയിന്റ് ലൈഫ് പോളിസി, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇതെല്ലാം ബുക്ക് വാല്യൂവിൽ തന്നെ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന അമൗണ്ടിൽ തന്നെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റേഴ്സ്, ജോയിന്റ് ലൈഫ് പോളിസി റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ലോൺ ഫ്രം മിസസ് വിജയ്. രണ്ട് സ്പെസിഫിക് റിസർവുകളും രണ്ട് ഔട്ട്സൈഡ് ലയബിലിറ്റീസും റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. ഇനി ഡെബിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന കാര്യം പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറയുന്നില്ല, പക്ഷേ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗൽ ചാർജസ്, അൺറെക്കോർഡഡ് ലയബിലിറ്റി ആയിട്ടുള്ള ലീഗൽ ചാർജസ് പേയ്മെൻറ്റ് നടത്തുന്നത് ടു ക്യാഷ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നത് ടു ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അസറ്റ് റിയലൈസ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, ജോയിന്റ് ലൈഫ് പോളിസി, ഇവയുടെയൊക്കെ റിയലൈസേഷൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ടോട്ടലാണ് നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ടു വിജയ്സ് ക്യാപിറ്റൽ, മിസ്സിസ് വിജയുടെ ലോണ് വിജയ് ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. 3,000 ആണ് ലോണിൻ്റെ എമൗണ്ട്. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ ബൈ അജയ്സ് ക്യാപിറ്റൽ, ഗുഡ്വില്ല് അജയ് പർച്ചേസ് ചെയ്യുന്നതാണ്. ഒരു അൺറെക്കോർഡ് അസറ്റായിരുന്നു ഗുഡ്വില്ല്, അത് പർച്ചേസ് ചെയ്യുന്ന അജയ് ആണ്. ബൈ അജയ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് 4,500 കൊടുക്കുക. ബൈ ക്യാഷ് അക്കൗണ്ട്, കേസ് സെറ്റിൽമെൻറ്റിന് സമയത്ത് 1,500 രൂപ കിട്ടുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ക്യാഷ് കിട്ടുന്നത് ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഇനി ബാലൻസ് ഫിഗർ കിട്ടുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000 ആണ് ബാലൻസ് കിട്ടുന്ന എമൗണ്ട്. അതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് 3:2 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് അക്കൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് ബ്രോ ഡൗൺ, അജയുടെയും വിജയുടെയും ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകളാണ് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ടാണ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട്, മിസ്സസ് വിജയുടെ ലോണ് ടേക്കൺ ഓവർ ചെയ്യുന്നതാണ്. 3,000 ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത് വിജയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. നെക്സ്റ്റ് ബൈ റിയലൈസേഷൻ അക്കൗണ്ട്, റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അതേ എമൗണ്ടുകൾ തന്നെ 6,000ഉം 4,000ഉം അതാത് പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ ടു റിയലൈസേഷൻ അക്കൗണ്ട്, അജയ് ഗുഡ്വില്ല് പർച്ചേസ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ
ടു ക്യാഷ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ബാലൻസ് ക്യാഷ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. 17,500 17,000 ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നു. അത് ടു ബാലൻസ് ഗോഡൗൺ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ക്യാഷ് ഓർഗനൈസേഷനിലേക്ക് വന്ന ട്രാൻസാക്ഷൻ എല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നു 52,400. ടു റിയലൈസേഷൻ അക്കൗണ്ട് കേസ് സെറ്റിൽമെൻറ്റ് സമയത്ത് കിട്ടിയ 1,500 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ ക്യാഷ് പേയ്മെൻറ്റുകളും ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് 11,550 ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയതാണ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് ലീഗൽ ചാർജസ് പേയ്മെൻറ്റ് നടത്തിയതാണ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തിയതാണ്. ബൈ അജയ്സ് ലോൺ പേയ്മെൻറ്റ് നടത്തുന്നതാണ്. പാർട്ട്ണറുടെ ലോൺ പേയ്മെൻറ്റ് നടത്തുന്നത് ക്യാഷ് അക്കൗണ്ടിൽ മാത്രമേ വരുള്ളൂ. റിയലൈസേഷൻ അക്കൗണ്ടിലോ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോ ഒന്നും വരില്ല. അജയ്സ് ലോൺ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്നാണ് എൻട്രി വരുന്നത്. ബൈ അജയ്സ് ക്യാപിറ്റൽ, ബൈ വിജയ്സ് ക്യാപിറ്റൽ ബാലൻസ് ക്യാഷ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എമൗണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടിയ എമൗണ്ടുകളാണിത്. ക്യാഷ് അക്കൗണ്ടിൽ ബാലൻസുകളൊന്നുമില്ല. രണ്ട് സൈഡും ടോട്ടൽ ഈക്വൽ ആവുന്നു. Thank you for watching this video.